വാട്സ്ആപ്പ് ഗായ്സ്, ഇറ്റ്സ് മീ ജോബിങ് ഹിയർ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ റാക്ക് എങ്ങനെയാണ് അടിച്ചത്, ഈ പ്രാവൊക്കെ സിംഗിളായിട്ട് കയറി ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമുക്ക് മെയിലൊക്കെ ഒരുമിച്ച് നമ്മളൊരു കൂട്ടിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അവൾ ഉറപ്പായിട്ടും കൊത്തുകൂടെയും അതിനുള്ള കണ്ണിൽ കൊത്തുകയും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ റാക്ക് അടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കൂട്ടിൽ കയറി ഇരിക്കാം, ഓരോ അറയിൽ കയറി ഇരിക്കാം. സോ പെട്ടെന്ന് വേറൊരു ബേർഡിന് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാനൊന്നും പറ്റാത്ത ഈ ഒരു സിറ്റുവേഷനിലാണ്. സോ ഈ റാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മൾ ഫ്ലൈവുഡാണ് യൂസ് ചെയ്തത്. ഇതിൻ്റെ മെഷർമെൻറ്റും അതേപോലെ തന്നെ ഈ എങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഇത് റാക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതിലങ്ങനെ ആണിയൊന്നും ആവശ്യമില്ല, ആണിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ബാംബു ഫ്ലൈവുഡാണ് യൂസ് ചെയ്യുന്നത്. ബാംബു ഫ്ലൈവുഡ് യൂസ് ചെയ്യാൻ കാരണം വെച്ചാൽ അത് കുറച്ച് കാലം വേറെ ഉളുപ്പനും ഈ പെട്ടെന്ന് ചീത്താകാതെ കിടക്കും. അതുകൊണ്ടാണ് ആ രീതി യൂസ് ചെയ്തത്. അപ്പോൾ നമ്മളിപ്പോൾ അടിക്കുന്ന ഒരു മെഷർമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാവുക്ക് ഇരിക്കാൻ വേണ്ടി 25 സെൻറ്റിമീറ്റർ നീളവും ഹൈറ്റ് വന്നിട്ട് 22.5 ആ രീതിയിലാണ് ഹൈറ്റ് എടുത്തത്. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് ആ ഒരു മെഷർമെൻറ്റും കോഡിൻ്റെ ഇതൊക്കെ എടുത്ത് ഒന്ന് വരച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ്. നമുക്കിപ്പോൾ മെഷീനൊന്നും വേണ്ട, സാധാരണ നമ്മൾ ബ്ലൈഡ് ഇതൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ പിന്നെ നമ്മുടെ വേറൊരു വർക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ ആ വർക്കിൻ്റെ കൂടെ ഇത് കൂടെ ഒന്ന് ചേർത്ത് ചെയ്യിപ്പിച്ചു. നമ്മളിപ്പോൾ ഒരു കുറച്ച് തേനീച്ച കൂട് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ പറഞ്ഞ് തന്നെ നമ്മുടെ ചാനലിലുടനെ തന്നെ വരും. അപ്പോൾ ചെറു തേനീച്ച കൂട്, അപ്പം അതിൻ്റെ കൂടെ നമ്മൾ ഇതും കൂടെ റെഡിയാക്കിയതാണ്. ഇതിപ്പോൾ വന്നിട്ട് പ്രാവുകൾക്ക് പരസ്പരം കൊത്ത് കിട്ടാതെ കറക്റ്റായിട്ട് ഇരിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഈ രീതിയിൽ സെറ്റ് ചെയ്തത്. കോളനിയായിട്ട് കിടക്കുമ്പോഴൊക്കെ മെയിൽ ബേർഡൊക്കെ ഇതായിട്ട് വരും. അപ്പോൾ ഇത് ഇപ്പോൾ 10 സെൻറ്റിമീറ്റർ വീതിയിലാണ്, എന്ന് വെച്ചാൽ 10 സെൻറ്റിമീറ്ററിലാണ് ഇപ്പോൾ ഇതിൻ്റെ ടോട്ടൽ വീതി വരണത്. അപ്പോൾ ഈ 10 സെൻറ്റിമീറ്റർ വീതിയിൽ 5 സെൻറ്റിമീറ്റർ നമ്മൾ കട്ട് ചെയ്ത് ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് ആ 5 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ ഇതിന് ഇറക്കി വയ്ക്കുകയാണ്. ഇപ്പം 3 അടി ഹൈറ്റ് 3 അടി വീതിയാണ് ഇത് നമ്മൾ യൂസ് ചെയ്തത്. അപ്പം 3 അടിയിൽ 3 പ്രാവശ്യമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് അങ്ങനെ അടിച്ചതാണ്. സോ ഇതിലിപ്പോൾ ടോട്ടലിപ്പോൾ ഒരു സ്റ്റാൻഡിൽ ഒരു സെറ്റിൽ 3 അടി നീളവും 3 അടി വീതിക്കകത്ത് 16 അറ വരെയാണ്. 10 സെൻറ്റിമീറ്റർ വീതിയിൽ പ്രാവൊക്കെ 10 സെൻറ്റിമീറ്ററിൽ നിൽക്കാൻ പറ്റുന്ന രീതിയിലും. അപ്പം 10 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് ഇപ്പോൾ കൂടുതൽ വീതിയുള്ള നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇവർ ജോഡിയായിട്ട് കയറിയിരിക്കും. നമ്മൾ മെയിൽ ഫീമെയിൽ ഇട്ട് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇട്ടിട്ട് മെയിൽ ഫീമെയിൽ ഒരുമിച്ചാണ്. ഞാൻ ഇത് മാറ്റിയിട്ട് മെയിൽ ഒരു കൂട്ടിൽ ഫീമെയിൽ ഒരു കൂട്ടിലിടുള്ളൂ. അപ്പം ഇപ്പോൾ 16 അറ വരും. അപ്പോൾ 16 പ്രാവുകളെ നമുക്ക് ഒരു കൂട്ടിലിടാം. 16 മെയിൽ ഒരു കൂട്ടിൽ കിട്ടി കഴിഞ്ഞാൽ ഇവർ ഓരോരുത്തരും ഓരോ അറയിലൊക്കെ കയറി അങ്ങനെ ഇരുന്നോളും. നമ്മളതേപോലെ 3 സെറ്റ് മൊത്തമായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇപ്പോൾ ഇവർക്ക് ഫുഡ് ഇതൊക്കെ കൊടുത്ത് ഇപ്പോൾ ഇവർ കണ്ടിന്യൂസ് ആയിട്ട് 2 പ്രാവശ്യം 3 പ്രാവശ്യം ബ്രീഡായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇവരൊക്കെ ഫുഡൊക്കെ കൊടുത്ത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഈ കോളനി സെറ്റപ്പ് ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും.